ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ മുഖ്യപ്രതികളുടെ 6 കോടിയോളം രൂപയുടെ സ്വത്തുക്കൾ ഇ.ഡി. കണ്ടുകെട്ടും. കേസിലെ മുഖ്യപ്രതി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 1.3 കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ.ഡി. മരവിപ്പിച്ചിരുന്നു. ഇ.ഡി. നേരിട്ട് സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് ഇനി കടക്കും. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായ എൻ വാസു, എ പത്മകുമാർ എന്നിവരുടെ സ്വത്തുക്കളും ഇ.ഡി. കണ്ടുകെട്ടും. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മരവിപ്പിച്ച 1.3 കോടി രൂപ മൂല്യം വരുന്ന സ്വത്തുവകകൾ കണ്ടുകെട്ടുകയും ചെയ്യും. 6 കോടിയോളം രൂപയുടെ സ്വത്തുക്കൾ ആദ്യഘട്ടത്തിൽ കണ്ടുകെട്ടും. സ്വത്തുവകകളുടെ പട്ടിക അന്വേഷണ സംഘം തയ്യാറാക്കിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കവർച്ചയിലൂടെ ഏറ്റവും അധികം ധനസമ്പാദനം നടത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നാണ് ഇ.ഡി. നിഗമനം. കൂട്ടുപ്രതികളായതുകൊണ്ടാണ് മറ്റുള്ളവരുടെ സ്വത്തുക്കളും കണ്ടുകെട്ടുന്നത്. കവർച്ചയുടെ പങ്ക് കൈപ്പറ്റിയതായി വ്യക്തമായാൽ നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ തോതും മൂല്യവും അനുസരിച്ച് കൂടുതൽ സ്വത്തുക്കൾ കണ്ടുകെട്ടും. പ്രതികളുടെ ബിനാമി ഇടപാടുകൾ, അടുത്ത ബന്ധുക്കളുടെ പേരിലുള്ള നിക്ഷേപങ്ങൾ എന്നിവയിലും വിശദമായ അന്വേഷണം നടത്തും. ഇവരുടെ പേരിലുള്ള വാഹനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും കണക്കും എടുത്തിട്ടുണ്ട്. ജനം, കൊച്ചി.